ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി എ പത്മകുമാറിനെതിരെ ഇപ്പോൾ നടപടി എന്തിന് എന്ന ചോദ്യമുയർത്തി CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ. മുൻപുണ്ടായിരുന്ന സാഹചര്യം ഇപ്പോൾ മാറിയിട്ടില്ലല്ലോ എന്നും കുറ്റപത്രം സമർപ്പിക്കും വരെ കാത്തിരിക്കാമെന്ന് തീരുമാനം മാറ്റിയത് എന്തിനെന്നും അംഗങ്ങൾ ചോദിച്ചു. പത്മകുമാറിനെതിരെയുള്ള നടപടി സസ്പെൻഷനിൽ ഒതുക്കിയത് ഏറെ ചർച്ചയായിരുന്നു. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ട മാരക പരാജയത്തിന്റെ കാരണങ്ങളിലൊന്ന് പത്മകുമാറിനെതിരെ നടപടിയില്ലായ്മയാണ് എന്ന സംസ്ഥാന സമിതി വിലയിരുത്തൽ ആ അംഗങ്ങൾക്കറിയാത്തതാണോ? ഹാഷ്മി, അത് അറിയാമെങ്കിലും അറിയാത്തതുപോലെ നടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന വ്യാപകമായിട്ട് പത്മകുമാറിനെതിരെ വലിയ തരത്തിലുള്ള വികാരം CPIM പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുമ്പെങ്ങും ഇല്ലാത്ത വിധം വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയും അതിനകത്ത് CPMന്റെ മുൻ MLA ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹം അറസ്റ്റായ കാര്യങ്ങളടക്കം ഒരു തിരിച്ചടിയായിട്ട് വിലയിരുത്തപ്പെട്ടതാണ്. നേതൃത്വത്തിലടക്കം, അതായത് പല ജില്ലാ കമ്മിറ്റികളിലും യോഗത്തിലുമൊക്കെ ഈ പത്മകുമാർ വിഷയം സജീവ ചർച്ചയായിട്ടൊക്കെ ഉയർന്നു വന്നിരുന്നു. അപ്പോഴൊക്കെ പത്മകുമാറിനെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃത്വം, അത് പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തോട് നിങ്ങൾ നടപടിയെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന നേതൃത്വം കൈ ഒഴിഞ്ഞിട്ട് ഘട്ടത്തിലാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാം എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചത്. പക്ഷേ അങ്ങനെ ആ നടപടി എടുക്കേണ്ട സാഹചര്യം ഇപ്പോൾ എങ്ങനെയുണ്ടായി എന്നുള്ള ചോദ്യമാണ് ജില്ലാ കമ്മിറ്റിയിൽ ചില അംഗങ്ങൾ ഉയർത്തിയത്. അതായത് 6.5 മണിക്കൂറായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നത്. ഈ 6.5 മണിക്കൂർ യോഗം ചേർന്നപ്പോൾ അതിനകത്ത് മുഖ്യ അജണ്ടയായിട്ട് പത്മകുമാർ വിഷയം വരുമെന്നുള്ള സൂചനയൊക്കെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ അവിടെ സംഭവിച്ചത് ഏറ്റവും അധികം കൂടുതൽ നേരം ചർച്ച ചെയ്തത് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂ റിപ്പോർട്ടുമായുള്ള ചർച്ചയാണ് അവിടെ നടന്നിരുന്നത്. ആ 6.5 മണിക്കൂർ ചർച്ചയിൽ വെറും അരമണിക്കൂറിൽ താഴെ ഏതാണ്ട് 20 മിനിറ്റ് മാത്രമാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ചർച്ചയായത്. ആ ചർച്ച ചെയ്തപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പത്മകുമാറിനെതിരെ എന്തിന് ഇപ്പോൾ ഒരു നടപടി എടുക്കേണ്ട സാഹചര്യം എന്താണെന്ന് ചില അംഗങ്ങൾ ചോദിച്ചു. അതിന് കൃത്യമായുള്ള മറുപടി നേതൃത്വത്തിന് പറയാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് നേരത്തെ ഈ നടപടി എടുക്കണമായിരുന്നുവെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നു. സസ്പെൻഷനിലേക്ക് പോകേണ്ട സാഹചര്യം വന്നാൽ അത് ഇപ്പോഴല്ല, നേരത്തെ നൽകാൻ കഴിയുന്നില്ല. പി രാജീവ് ഇന്നലെ മലപ്പുറത്ത് വളരെ എവിഡന്റായി തന്നെ പറയുന്നു, ശബരിമല ക്ഷേത്രക്കൊള്ള ഉണ്ടായപ്പോൾ ഈ പറഞ്ഞ സംഘടനാ സാങ്കേതികത്വം നോക്കിയിരുന്നത് തിരിച്ചടിയായി എന്ന് കൃത്യമായി തന്നെ പറയുകയല്ലേ പി രാജീവ്. എന്താണ്, ഏതെങ്കിലും തരത്തിൽ മനസ്സിലാവാത്ത ഭാഷയിലല്ല പി രാജീവ് പറയുന്നത്. MV ഗോവിന്ദൻ കുറച്ചുകൂടി പൊതിഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വിഷയം തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ 100-ലധികം ദിവസം ജയിലിൽ കിടന്ന് ജാമ്യം ആവർത്തിച്ച് നിഷേധിക്കപ്പെട്ട് കൊള്ളയിൽ നേർക്കുനേർ പങ്കുണ്ട് എന്ന് SIT കണ്ടെത്തി പല റിപ്പോർട്ടുകൾ കൊടുത്ത ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ അമാന്തിച്ചത് ആ മേഖലയിൽ ആ ജില്ലകളിലെങ്കിലും ഇലക്ഷനിൽ കനത്ത തിരിച്ചടിയാവുന്ന കാരണങ്ങളിൽ ഒന്നായി എന്ന് സംസ്ഥാന സമിതി വിലയിരുത്തി എന്ന് നേതൃത്വത്തിന് ആ അംഗങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത എന്താണ് ഷിജോ? ഹാഷ്മി, അപ്പോഴും ഈ നടപടി ആയിരുന്നില്ല സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സസ്പെൻഷൻ ആയിരുന്നുവെങ്കിൽ അത് നേരത്തെ ആയിക്കൂടായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി അംഗങ്ങൾ ഉന്നയിച്ചു. അതായത് നേരത്തെ സസ്പെൻഷനിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് ചോദ്യം. അല്ല എങ്കിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുകയല്ലേ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ട് SITയുടെ കുറ്റപത്രം സമർപ്പിക്കും വരെ കാത്തിരിക്കാം എന്നുള്ള നിലപാട് സ്വീകരിച്ചു? ജില്ലാ നേതൃത്വമാണ് ഇതിൽ ഏറ്റവും ആദ്യം അങ്ങനൊരു നിലപാട് പറഞ്ഞത്. സംസ്ഥാന നേതൃത്വം നടപടി തീരുമാനിക്കട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങളിൽ കടക്കാമെന്നൊക്കെ CPIMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ഒക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അപ്പോഴൊക്കെ ഇവർ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ന്യായം എന്ന് പറയുന്നത് SITയുടെ അന്വേഷണം നടക്കുകയാണ്, അവർ അന്തിമമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ആ കുറ്റപത്രത്തിന്റെ ഫൈൻഡിങ്സ് എന്താണ്? ആ ഫൈൻഡിങ്സ് കൂടെ നോക്കിയതിന് ശേഷം പത്മകുമാറിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ വിവാദ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സമീപനമാണ് നേതൃത്വം സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നടപടിയിലേക്ക് പോയി? ഇപ്പോൾ കുറ്റപത്രം ആരെവിടെ സമർപ്പിച്ചു എന്നുള്ള ചോദ്യങ്ങൾ കൂടി ചോദിച്ചു. അപ്പോൾ എടുക്കാത്ത നടപടി ഇപ്പോൾ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് സസ്പെൻഷൻ ആയിരുന്നുവെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നല്ലോ. ഒരു വലിയ നടപടിക്ക് വെയിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആവാമായിരുന്നല്ലോ. അത് അപ്പോൾ എടുക്കാതെ ഇപ്പോൾ എടുക്കുന്ന എന്തിനാണ് എന്ന് ചോദിക്കുകയാണ്. എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്നതാണ് പരോക്ഷമായി ചോദിക്കുന്നത്. പക്ഷേ ആത്മഹത്യ എഴുതി കളയും പത്മകുമാർ, അതുകൊണ്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.